സെൽഫ് കോൺഫിഡൻസ് തന്നെ. നിങ്ങൾക്ക് ഞാൻ ലേൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ പറയണ്ട. ഈവൺ ഇത് പറ്റുന്നില്ലെങ്കിലും പറ്റൂല എന്ന് പറയണ്ട. ഐ ക്യാൻ ഡു ദിസ്, ഐ വിൽ ഡു മൈ ബെറ്റർ. അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. അത് നിങ്ങൾ ഇറ്റ് വിൽ മോട്ടിവേറ്റ് യു, ഇറ്റ് വിൽ ഗിവ് യു ദ കോൺഫിഡൻസ് ടു ഹാൻഡിൽ ദ പ്രോബ്ലംസ്. പക്ഷേ കെമിസ്ട്രി അധികം ഫോക്കസ് കൊടുക്കുക. കെമിസ്ട്രി സ്കോറിംഗ് ആണ്. അഡ്വാൻസിനായാലും മെയിൻസിനായാലും കെമിസ്ട്രി സ്കോർ. അതിന് റിവൈസ് ചെയ്യാം, നോട്ട്സ് എഴുതി വെച്ചിട്ട് റിവൈസ് ചെയ്യാം. സയൻസിന്റെ മെറ്റീരിയൽസ് നോക്കാം. അച്ഛനും അമ്മയും ആദ്യം റിപ്പീറ്റിന് പോകണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവർ ഫുൾ സപ്പോർട്ട്. ഇമോഷണലി ഞാൻ സ്റ്റേബിൾ ആയിരുന്നില്ല ആ സമയത്തൊക്കെ. അവരായിരുന്നു ലൈക്ക് എപ്പോൾ വിളിച്ചാലും അമ്മനോട് എനിക്കിത് പറ്റൂലൊക്കെ പറയുമ്പോ ഒക്കെ പറ്റും, നിനക്ക് പറ്റുന്നത് ചെയ്യും. ഹായ്, കൂടെയുള്ളത് ഋതശ്രീയാണ്. കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടാണ് ദേശം. ഇപ്പോൾ ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഏറ്റവും പ്രീമിയർ കോളേജ് ആയിട്ടുള്ള IIT മദ്രാസിൽ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഋതശ്രീയുടെ ജേണി നമുക്ക് അറിയേണ്ടത് തന്നെയാണ്. കാരണം സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് ഇപ്പോൾ IIT മദ്രാസിലെ സീറ്റൊക്കെ ഉറപ്പിച്ച് പല പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് വന്ന ഋതശ്രീയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം. ഹായ് ഋതശ്രീ. ഹായ്. പിന്നെ എന്താണ് ഋതശ്രീയുടെ ജേണി? അതാണ് നമുക്ക് അറിയേണ്ടത്. ജേണി അറിയണം, അതോടൊപ്പം തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അറിയണം. കാരണം നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ കൂടിയാണ് നമുക്ക് ഈ വീഡിയോ. അപ്പൊ എങ്ങനെയാണ് ജെയിനെ കുറിച്ച് ഋതശ്രീ ആദ്യമായിട്ട് ആലോചിക്കുന്നത്? എപ്പോഴാണ്? ഞാൻ +2 ഒരു ഹാഫ് ആകുമ്പോഴാണ് ഞാൻ ജെയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, ആണ് ഇനി ഞാൻ ഫോക്കസ് ചെയ്യേണ്ട ഗോൾ എന്ന് പറഞ്ഞാൽ +2 ഹാഫ് ആകുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി. അതിന് മുമ്പൊക്കെ ലൈക്ക് ജെയിൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ട്, പക്ഷെ അതല്ല എന്റെ ഗോളായിരുന്നു. അതിന് മുമ്പ് ഞാൻ IAS ഓഫീസർ ആവണം, ക്രിഞ്ചില് അങ്ങനെ ഒരു ഗോൾ സെറ്റിംഗ് ആയിരുന്നു. പക്ഷെ ഒരു +2 ഹാഫ് ആകുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യണം എന്ന് ആയപ്പോ ആണ് +2 ഹാഫ് കഴിഞ്ഞ് സെപ്റ്റംബർ ആകുമ്പോൾ ലൈക്ക് എനിക്ക് മതി, ജെയിൽ കിട്ടിയിട്ട് ഒരു IIT എന്തായാലും പോകണം, അങ്ങനെ ഒരു സ്വപ്നം സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ +2 സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ വരാൻ തുടങ്ങി. +2 സെപ്റ്റംബർ വരാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ആദ്യ തവണ അറ്റൻഡ് ചെയ്തു, നമുക്ക് പറ്റിയിട്ടില്ല, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇല്ല. അപ്പൊ എന്നിട്ട് പിന്നീട് എന്താ പിന്നീട് പറഞ്ഞോളൂ. 95% കിട്ടി. ആ വർഷം ഡിസംബറിൽ ആലോചിച്ചിട്ട് സൂപ്പർ കിങ്സ് ബാച്ചിൽ ഞാൻ ചേർന്ന് ഓൺലൈൻ ബാച്ചിലായിരുന്നു. അപ്പോ ആ വർഷം എനിക്ക് 95% കിട്ടി. അപ്പൊ ഞാൻ അഡ്വാൻസ് എഴുതാം, എന്തായാലും ഡ്രൈവർ ബെസ്റ്റ്, എന്തായാലും പൊട്ടൻഷ്യൽ ലോ സ്കോറിംഗ് എക്സാം ആണ്. അപ്പോ അഥവാ കിട്ടിയാലോ എഴുതി, ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അതെനിക്ക് റിഗ്രറ്റ് ഉണ്ടായത്. ലൈക്ക് റിപ്പീറ്റിംഗ് എനിക്ക് ഒരു ഓപ്ഷനായിട്ടും ഉണ്ടായിരുന്നില്ല, അച്ഛനും സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോ ആ സമയത്ത് IITക്ക് പോണം, പക്ഷെ പോവാൻ പറ്റൂല, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ അച്ഛനോട് പറഞ്ഞു, ഇവൻ ഞാൻ കോളേജ് പോയാലും ഞാൻ ആ വർഷം ഒന്നും കൂടി ട്രൈ ചെയ്തു, പാർഷ്യൽ ഡ്രോപ്പ് കണക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് പോയിക്കോന്നാണ്. അപ്പൊ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഫാമിലി ഫുള്ളും സപ്പോർട്ട് ചെയ്തു. അപ്പൊ റിപ്പീറ്റിങ് ഞാൻ ചൂസ് ചെയ്തു. ആദ്യം ഓക്കെ പോവാം, പിന്നെ സാർ ക്ലാസ് തുടങ്ങി. കുറച്ച് അടുത്ത് ഒരു മിഡ് ആവുമ്പോ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോ ക്ലാസ് ഒന്നും കത്തുന്നില്ല. ഞാൻ വെറുതെ സ്വപ്നം കണ്ടോ, വെറുതെ എടുത്തു, ഒന്നും അറിയാതെ വന്നതല്ലേ. ആ ലെവൽ എനിക്ക് തിരിഞ്ഞില്ല. ലൈക്ക് ആ ലെവലില് ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തില്ല. ഒന്നും മനസ്സിലാതെ അങ്ങനെ ഉണ്ടായി. ഒന്നും കത്താത്ത ക്ലാസ് ഒക്കെ ഇരുന്ന് 30 ഇരിക്കുമ്പോ ഒരു ക്ലാസ്സും മനസ്സിലായിരുന്നില്ല. പക്ഷെ എനിക്ക് പറ്റുന്ന ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് പറ്റുന്നതൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ 30 വന്നു. പക്ഷെ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും എനിക്ക് ലൈക്ക് സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹോപ്പ് ലൈക്ക് എൻ്റെ ഒരു ഇതിലേക്ക് എൻ്റെ തോട്ട്സ് ആണോ എൻ്റെ ഒരു ലൈക്ക് പുള്ളിങ് ഫാക്ടർ. ഞാൻ തന്നെ എൻ്റെ
മുമ്പിലേക്ക് പോകുന്നത് ഞാൻ തന്നെ റിഗ്രറ്റ് അടിച്ചുകൊണ്ടും ഡിമോട്ടിവേഷൻ കൊണ്ട് അടിച്ചുകൊണ്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ ഉണ്ടായ സിറ്റുവേഷനൊക്കെ അത് ഹാൻഡിൽ ചെയ്യുന്ന പഠിച്ചത് ഞാൻ ആഫ്റ്റർ ഫേസ് 1 കഴിഞ്ഞ് ഫേസ് 2025 ഫേസ് 1 കഴിഞ്ഞ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ലൈക്ക് ഒരു മനസ്സ് ആ സമയത്ത് നമുക്ക് കിട്ടിയായിരുന്നു. പിന്നെ ഫേസ് 2 ലൈക്ക് വീട്ടിലേക്ക് പോയി. സൂപ്പർ 30 ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിരുന്നത്. ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാനൊരു തീരുമാനം എടുത്ത് പിന്നെ ആ സെക്കൻഡ് ഫേസ് കൊളായി. വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൊള്ളാന്ന് മനസ്സിലായല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ പറയാം സൈലത്തിന്റെ ലൈക്ക് ഷെഡ്യൂളും പ്ലാനും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാം. അപ്പൊ അതിനെക്കാട്ടും ഇത്രയും പറഞ്ഞത് നമുക്ക് ഒരു സാധനം കൺക്ലൂഡ് ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ റിപ്പീറ്റിംഗ് ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ കുട്ടികൾക്ക് ഇപ്പോൾ സാധാരണ ബോർഡ് എക്സാം ലെവലിൽ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റിയ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. ഡെഫിനറ്റ്ലി എന്തുണ്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ഡെഫിനറ്റ്ലി ഇപ്പൊ ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് ചില കുട്ടികളൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഗീവ് അപ്പ് ആക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പാണ് മനസ്സിലാക്കുന്നത് സെപ്റ്റംബർ വരെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റാത്തതാണ്. പിന്നീട് കാരണം ആദ്യത്തെ 1-2 മാസം നമ്മളൊന്ന് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞത് ഫേസ് 1 കഴിഞ്ഞാൽ ഇപ്പോഴേ പറയാം. ഓക്കെ, ഫേസ് 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവരുത്? അത് പിന്നെ വീട്ടിലേക്ക് പോകരുത് അല്ലെ? അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സൈലത്തിന്റെ മെറ്റീരിയൽസും സൈലത്തിന്റെ പ്ലാനും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്താൽ തന്നെ മീൻസ് എനിക്ക് കിട്ടിയതും കാട്ടും നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഫുള്ളും ബ്ലൈൻഡ്ലി അങ്ങനെ ഫോളോ ചെയ്തില്ല. പക്ഷെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഐ റിയലൈസ് ഞാൻ ഇപ്പൊ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നു ഇത് ഞാൻ ശരിക്കും ഫോളോ ചെയ്തെങ്കിൽ ഇനിയും കുറച്ച് ബെറ്റർ ചെയ്യാമായിരുന്നു എന്ന് തോന്നി. അപ്പൊ അങ്ങനത്തെ റിഗ്രറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോകുന്ന ആ ഒരു ഫ്ലോ ആ പ്ലാൻ ഫോളോ ചെയ്യാം. യു ക്യാൻ ഗെറ്റ് ഗുഡ് റിസൾട്ട് വിത്ത് ദാറ്റ്. യെസ്. അപ്പൊ സൈലത്തിന് നമ്മൾ ഈ ജേണിയിൽ അല്ലെങ്കിൽ കാരണം ഉറപ്പായിട്ട് ഇപ്പം സെപ്റ്റംബർ വരെ ഒന്നും കാര്യങ്ങളൊക്കെ ഇതായെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും മാനസികമായി ഡൗൺ ആയിട്ടുണ്ടാവും അല്ലെ? ഉറപ്പായിട്ടും. അപ്പൊ ആ സമയത്ത് എങ്ങനെയാണ് അതിനെ പിന്നെ ചെയ്തെടുത്തത്? അത് അപ്പോഴും NS മാമിന്റെ ഫോൺ NS മാമിനെ വിളിച്ചു മാം പറഞ്ഞു എന്തായാലും ട്രൈ ചെയ്യാം, ബെസ്റ്റ് ട്രൈ ചെയ്യാം. മീൻസ് റിസൾട്ട് ഒന്നും നോക്കണ്ട, ഇതിന്റെ ബെസ്റ്റ് ട്രൈ ചെയ്തെങ്കിൽ പിന്നെ റിഗ്രറ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും മോട്ടിവേറ്റിംഗ് ചെയ്യുന്ന ഒരു ടീമിനൊപ്പം ഞാൻ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മോട്ടിവേറ്റഡ് അല്ലാതെ ഡിമോട്ടിവേറ്റ് ആയിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് അഡ്വാൻസിന് വേണ്ടിയിട്ട് പിന്നെയും അതായത് ജെയ്മീൻ ഫേസ് 1 കഴിഞ്ഞതിന് ശേഷമാണ് NS മാമിനെ വിളിച്ചത്. ഫേസ് 2 കഴിഞ്ഞിട്ട് കൊളായ ശേഷം അപ്പോ മാം അങ്ങനെ പറഞ്ഞു എന്തായാലും സാറില്ല അഡ്വാൻസിന് ക്വാളിഫൈ ആയിരുന്നില്ലേ, അത് ട്രൈ ചെയ്യാം, ബെസ്റ്റ് ട്രൈ ചെയ്യാം, റിഗ്രറ്റ് പിന്നെ അടിക്കണ്ടല്ലോ. അങ്ങനെ വന്നു. അപ്പൊ NS മാമിന്റെ ആ ഒരു കോളാണ് ഞാൻ പിന്നെ സൂപ്പർ 30 പിന്നെ വരാൻ ഒരു മോട്ടിവേഷനും എന്തായാലും സാറല്ല ഗിവ് മൈ ബെസ്റ്റ് അങ്ങനെ വന്നിട്ട് 1 മാസം അവിടെ ഇരുന്ന് പഠിച്ച് അഡ്വാൻസിന് വേണ്ടിട്ട് പിന്നെ കിട്ടി അല്ലേ? അതായത് ഒറ്റ കോളിൽ തീരുമാനം മാറ്റുന്നു, തിരിച്ചു വരുന്നു, സെലിബ്രിറ്റേറ്റ് മാറുന്നു അല്ലെ? ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് കണ്ണൂർ ഹൈബ്രിഡ് സെന്ററിലാണ്. ഇപ്പോൾ സെലിബ്രിറ്റേറ്റ് ഇവിടെ വന്നിരിക്കുകയാണ് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അല്ലെ? ഇപ്പൊ കുട്ടികളെ കണ്ട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചതല്ല, നമ്മൾ റിപ്പീറ്റർ തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടല്ലോ. ആ സമയത്ത് എങ്ങനെയായിരുന്നു പിന്നെ അത് തരണം ചെയ്ത്? കാരണം ഇപ്പോൾ കുട്ടികൾ ആ സ്റ്റേജിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ലൈക്ക് സെൽഫ് കോൺഫിഡൻസ് തന്നെ നിങ്ങൾക്ക് ഞാൻ ലേൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റൂല നിങ്ങൾ പറയണ്ട. ഈവൺ ഇത് പറ്റുന്നില്ലെങ്കിലും പറ്റൂല എന്ന് പറയണ്ട. ഐ ക്യാൻ ഡു ദിസ്, ഐ വിൽ ഡു മൈ ബെറ്റർ. അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാം. അത് നിങ്ങൾ ഇറ്റ് വിൽ മോട്ടിവേറ്റ് യു, ഇറ്റ് വിൽ ഗിവ് യു ദ കോൺഫിഡൻസ് ടു ഹാൻഡിൽ ദ പ്രോബ്ലംസ്. അത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? യെസ്. നമ്മള് ഏത് സ്ട്രഗിളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലെ? നമ്മളെ കൊണ്ട് പറ്റുന്നത്. അങ്ങനെ വിചാരിച്ചതാ. കാരണം റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുന്ന കാലഘട്ടമാണ്. നേരത്തെ പറഞ്ഞത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ പറ്റുന്ന കാലഘട്ടമാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ പറ്റും. അപ്പോൾ അടുത്തത് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഏതെങ്കിലും ടോപ്പിക്ക് വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? മാത്സും ഫിസിക്സും. കാരണം നമ്മൾ ഇത്രയും കാലം കണ്ട മാത്സ് ആയിരുന്നോ ഇപ്പൊ കണ്ട മാത്സ്? ഡെഫിനറ്റ്ലി അല്ല. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയ? കണ്ടിന്യൂസ് പ്രോബ്ലം സോൾവിങ്ങും ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യുന്ന ക്ലാസ്സസും ഇക്ബാൽ സാർ പറഞ്ഞ ഡീറ്റെയിൽ സൊല്യൂഷൻ ഒന്നും ഫുള്ളും എക്സ്പ്ലെയിൻഡ് ആയിട്ട്. അപ്പോൾ എന്തായാലും കത്തും. സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നാൽ തന്നെ ഒരു നല്ല
നല്ല ഇത് കിട്ടും, മാത്സിന്റെ ഒരു ഫണ്ടമെന്റൽസ് ഒക്കെ നന്നായിട്ട് കിട്ടും. അപ്പൊ ഇക്ബാൽ സാറിന്റെ ക്ലാസ് തന്നെ മതി അക്കൗണ്ടിങ് ടു മീ. വേറൊന്നുമില്ല. വെറുതെ ഫണ്ടിനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ ഇവിടെ സൈലത്തില് ജെഇ ഫാക്കൽറ്റി ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കാം സപ്പോസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ടോപ്പിക് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? കെമിസ്ട്രി. കെമിസ്ട്രിയിൽ ഏത്? ഓർഗാനിക് ആയിരിക്കും. ഇൻഓർഗാനിക്, പി ബ്ലോക്ക്, പിന്നെ ഫിസിക്കൽ. ഇൻഓർഗാനിക്, പി ബ്ലോക്ക്, ഫിസിക്കൽ. ഓക്കെ, ഇതാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ അടുത്തത് നമ്മളിപ്പോൾ ജെഇ പ്രിപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട തിങ്, അതായത് ഇപ്പോൾ ഒരാൾ ജെഇ പ്രിപ്പയർ ചെയ്യാണ്, ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട സംഭവം, അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം, നമുക്ക് ഏറ്റവും യൂസ്ലെസ് ആയിട്ടുള്ള ആപ്പ് ഏതാണ്? ഇൻസ്റ്റാഗ്രാം അല്ലേ? അപ്പൊ ഇൻസ്റ്റാഗ്രാം അത് യൂസ് ചെയ്താതെ ഇരിക്കുക. ഒന്നെങ്കിൽ അക്കൗണ്ട് ലോഗ് ഔട്ട് ആക്കിയിട്ട് യൂസ് ചെയ്യാതെ പാസ്വേഡ് സെറ്റിംഗ് എല്ലാം മാറ്റിട്ട് വെക്കുക. അത് യൂസ് ചെയ്യുന്ന അത്ര ഇറ്റ് വിൽ ഡിസ്ട്രാക്ട് യു എന്തായാലും. അതായത് അതൊക്കെ മാറ്റി വെക്കാം അല്ലെ? നമ്മൾ അവിടെ എത്തിയിട്ട് IIT എത്തിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എന്താക്കാം യൂസ് ചെയ്യാം അല്ലെ? അപ്പൊ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങൾ, റീൽസ് കാണുന്നതും ഒക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്ന് തന്നെയാണ് ആര് പറയുന്നത്? രജിസ്ട്രി പറയുന്നത് അല്ലെ? പിന്നെ അതോടൊപ്പം തന്നെ അടുത്തത് ഇപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ സമയത്ത് അല്ല, എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, റിവിഷന്റെ സ്ട്രാറ്റജി ഒക്കെ എങ്ങനെയായിരുന്നു? റിവിഷൻ കെമിസ്ട്രി അധികം ഫോക്കസ് കൊടുക്കുക. കെമിസ്ട്രി സ്കോറിംഗ് ആണ്, അഡ്വാൻസിനായാലും മെയിൻസിനായാലും കെമിസ്ട്രി സ്കോർ. അപ്പോൾ അതിന് റിവൈസ് ചെയ്യാം, നോട്ട്സ് എഴുതി വെച്ചിട്ട് റിവൈസ് ചെയ്യാം, സൈലത്തിന്റെ മെറ്റീരിയൽസ് നോക്കാം. പിന്നെ മാത്സ് ലൈക്ക് പിൻ പോയിന്റ് ചെയ്ത പ്രോബ്ലംസ് റിവിസിറ്റ് ചെയ്യാം. നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി കണ്ടാൽ രസമുണ്ടാവും, ലൈക്ക് കത്തുന്നു തോന്നുന്നതൊക്കെ പോയിന്റ് ചെയ്ത് വെക്കാം. പിന്നെ അത് റിവൈസ് ചെയ്യാം. ഫിസിക്സും അങ്ങനെ തന്നെ റിവൈസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് കൃത്യമായ ഇന്റർവെല്ലുകളിൽ പിന്നെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ശരിക്കും ഞാൻ റിവിഷന് അത്ര ഫോക്കസ് ചെയ്തിരുന്നു പറഞ്ഞാൽ ഇല്ലെന്നാ പറയും. അത്ര വലിയൊരു റിവിഷൻ പ്ലാൻ ഒക്കെ ഇല്ല ആ സമയത്ത്. ലൈക്ക് ഞാൻ ഏതിലാണ് വീക്ക് എന്ന് പറഞ്ഞാൽ അത് അപ്പം എടുത്ത് നോക്കും, വീക്ക് എന്ന് തോന്നുന്നെങ്കിൽ ആ സമയത്ത് അത് എടുത്ത് നോക്കും. അങ്ങനെയായിരുന്നു. പക്ഷെ ഒന്നും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് റിവിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നു തോന്നേണ്ട ദർശിക്കുന്നുണ്ടോ? റിവിഷൻ ശരിക്കും വേണം. ലൈക്ക് എനിക്ക് ജെഇ മെയിൻസിന് പേഴ്സണലി കുറവെന്ന് പറഞ്ഞാൽ ശരിക്കും റിവിഷൻ ഇല്ലാത്തത് കൊണ്ടായിരുന്നു. റിവിഷൻ കെമിസ്ട്രീനനുസരിച്ച് ഫുൾ റിവൈസ് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് മെയിൻസിന് കെമിസ്ട്രീന്റെ പേഴ്സണലി ഒക്കെ കുറവാണ്. ഓക്കെ, മെയിൻലി കെമിസ്ട്രി പെർസെന്റ് കുറവായിരുന്നു അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ, അതായത് നമ്മൾ അന്നു എടുക്കുന്ന ടോപ്പിക്ക് അന്ന് തന്നെ പഠിച്ച് കഴിയാറുണ്ടായിരുന്നു? അല്ല, അങ്ങനെയൊക്കെ അല്ല. ബാക്ക്ലോഗ്സ് വരാറുണ്ടായിരുന്നു, പിന്നെ അത് ബാക്കപ്പ് ചെയ്തായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു വീട്ടിലുള്ള സപ്പോർട്ട്? എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ? അച്ഛനും അമ്മയും ആദ്യം ലൈക്ക് റിപ്പീറ്റിന് പോകണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവർ ലൈക്ക് ഫുൾ സപ്പോർട്ടും. ഇമോഷണലി ഞാൻ സ്റ്റേബിൾ ആയിരുന്നില്ല ആ സമയത്തൊക്കെ. അവരായിരുന്നു ലൈക്ക് എപ്പൊ വിളിച്ചാലും അമ്മനോട് എനിക്കിത് പറ്റൂലൊക്കെ പറയുമ്പോ ഒക്കെ പറ്റും, നിനക്ക് പറ്റുന്നത് ചെയ്യും, നീ ഹാൻഡിൽ ചെയ്താലേ അത് ശരിയാവും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അവര് എന്നെ പുഷ് ചെയ്യാനും നിനക്ക് പറ്റും ചെയ്യാൻ, അങ്ങനെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ ദ ബെസ്റ്റ് ഫോർ മീ. ഓക്കെ, ഇമോഷണൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ? കാരണം നമ്മൾ ആ സ്ട്രഗിൾ ചെയ്ത പീരീഡിലൊക്കെ അല്ലെ, ഫസ്റ്റത്തെ കുറച്ച് കാലം സ്ട്രഗിൾ ചെയ്ത പീരീഡിലൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും അത് ഹാൻഡിൽ, അവർക്കത് ഒരു പേടിയായിരുന്നു, ഒരു വർഷം വേസ്റ്റ് ആക്കുമെന്നൊക്കെ പേടി. ഒരിക്കലും വേസ്റ്റ് ആണോ? അല്ലല്ല. അഥവാ നമുക്ക് ഫോർ എക്സാമ്പിൾ ട്രൈ ചെയ്ത് കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ലെങ്കിലും ഇതിനൊരു വേസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പക്ഷെ പാരന്റ്സിന്റെ പേടി, അല്ല ഞാൻ ജനറലി പറയാണ്, പാരന്റ്സിന്റെ കാര്യം പറഞ്ഞല്ല, ജനറലി നമ്മൾ പ്രിപ്പയർ ചെയ്തു, ചിലപ്പോൾ കിട്ടിയിട്ടില്ല എന്ന് വരിക, എന്തെങ്കിലും കാര്യം കേട്ടില്ല, പക്ഷെ നമുക്ക് ഒരുപാട് നോളജ് അവിടെ അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ. അതെ, ഒരു വർഷം ഇവിടെ സൈലത്തിൽ ഉണ്ടാവുമ്പോൾ കുറെ എക്സ്പീരിയൻസും ലേണിംഗ്സും കിട്ടി. നമ്മൾ ഇത്ര വരെ കാലം പഠിച്ച ഫിസിക്സ് ആണോ കണ്ടത്? അല്ല, അത് വേറെ അടുത്തും കിട്ടൂല. ഒരു വർഷം ഇവിടെ കിട്ടുന്ന ഈവൻ സബ്ജക്റ്റ് ആയാലും മറ്റ് ഹോസ്റ്റലിൽ നിന്ന് മാനേജ് ചെയ്തായാലും എല്ലാം ലൈക് ഫ്രണ്ട്സ് ആൻഡ് അങ്ങനെ ഒരു ബോണ്ടിങ് കിട്ടാനും സൈലം ബെസ്റ്റ് ആണ്. അത് കിട്ടിയാലേ ഒരു ഇപ്പൊ കിട്ടി IIT കിട്ടിയാലും ഞാൻ സൈലത്തിൽ ഒരു വർഷം ഇവിടെ സ്പെൻഡ് ചെയ്തല്ലോ, അത് എപ്പോഴും ലൈക്ക് ഒരു മെമ്മറബിൾ ഡേയ്സ് ആയിരിക്കും. മെമ്മറബിൾ ഡേയ്സ് ആണ് അല്ലെ? എങ്ങനെയുണ്ടായിരുന്നു ഹോസ്റ്റലും ഫ്രണ്ട്സ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഹോസ്റ്റലിലെ കോമഡി കഥാപാത്രം ആരായിരുന്നു കൂട്ടത്തില്? ഞാൻ താങ്കൾ തന്നെ ആയിരുന്നല്ലേ നമ്മുടെ ഈ കഥാപാത്രം?
അതാ എല്ലാരും പിടിച്ച് ട്രോൾ വരുന്നോ? ട്രോളൊന്നുമല്ല, അത്ര സീനില് ഹോസ്റ്റൽ ഗേൾസ് ഒന്നും അല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കോമഡി നമ്മൾ തന്നെയായിരുന്നല്ലേ കോമഡി കഥാപാത്രം. അവിടെ ഈ ജെ റിസൾട്ട് കിട്ടി, അഡ്വാൻസ് കിട്ടി അല്ലെ, എന്ന് കിട്ടിയ ആദ്യം ചെയ്തത് എന്തായിരുന്നു? ആദ്യം അമ്പലത്തിലേക്ക് പോയി. വിശ്വാസിയാണ്. എന്നിട്ട് അമ്പലത്തിലേക്ക് പോയി നന്ദി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ എക്സാം എഴുതുന്ന സമയത്താണ് ഇന്ന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ, അതായത് 101 താക്കി ഞാൻ ഉടച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് നേർച്ചയാക്കി എന്തെങ്കിലും അല്ലേ ക്വസ്റ്റ്യൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എല്ലാ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നല്ലേ? ഫിസിക്സ് പറയുമ്പോ എനിക്ക് റൊട്ടേഷൻ ഒന്നും അറിയില്ല. അങ്ങനെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു എന്തെങ്കിലും എനിക്ക് കിട്ടുന്ന രീതിയിൽ വലിയ ക്വസ്റ്റ്യൻസ് വന്നാൽ മതി, ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതെ. പിന്നെ അതോടൊപ്പം തന്നെ ജയ് പ്രിപ്പറേഷൻ, അതായത് അവസാനത്തെ എക്സാം ജയ് അഡ്വാൻസ്ഡ് ആയത് അല്ലേ, അത് കഴിഞ്ഞ് പെണ്ണ് അവിടെ വെച്ച് ഓക്കെ ഉടനെ ചെയ്യാൻ തോന്നിയ കാര്യം എന്താണ്, അല്ലെങ്കിൽ ചെയ്ത കാര്യം എന്താണ്? മൂവീസ് ആണ്. കോമഡി മൂവീസ് കാണാം, പിന്നെ ഫ്രണ്ട്സിനൊപ്പം ഔട്ടിങ് പോവാ. ഓക്കെ, തുടങ്ങി അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ ഈ കാലഘട്ടം എങ്ങനെയുണ്ട്? അതായത് ഈ ഒരു സമയം IIT-ലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്, ഇപ്പൊ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്, ഇപ്പൊ ഈ കാലഘട്ടം എങ്ങനെയുണ്ട്? ചില്ലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, വേറൊന്നുമില്ല അല്ലേ? ഇപ്പൊ ചില കുട്ടികളുണ്ടാവും, അവര് ഇതേപോലെ തന്നെ ഹൃദശ്രീ ആഗ്രഹിച്ച പോലെ തന്നെ അഡ്വാൻസ്ഡ് അല്ലെ ക്വാളിഫൈ ഒക്കെ ചെയ്തിട്ട് IIT-ലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടാവും. പക്ഷെ പല ഫാക്ടേഴ്സ് കാരണം ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്നുണ്ടാവും. അതായത് എനിക്ക് കിട്ടില്ലേ, അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാരുടെ ചില അഭിപ്രായങ്ങൾ, എന്തിനാടാ ഇപ്പം റിപ്പീറ്റ് ചെയ്യുന്ന കഷ്ടപ്പെട്ട് ഒരു വർഷം കളയുന്നത് എന്നൊക്കെ വെച്ചിട്ട്, അപ്പൊ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ ഒരു സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അവരോട് ഹൃദശ്രീക്ക് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഇത് നിങ്ങളെ സെൽഫ് കോൺഫിഡൻസ് തന്നെ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക. എനിക്ക് പറ്റുന്നു പറയാം, ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന വിശ്വസിച്ച് നിങ്ങൾക്ക് ഇത് ബെറ്ററായിട്ട് സ്യൂട്ട് ചെയ്യും. എൻ്റെ ഗോൾ ഇതാ, എൻ്റെ ലൈഫ് എങ്ങോട്ട് പോയാൽ നല്ല ബെസ്റ്റായിട്ട് ലീഡ് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സ് തന്നെ പറയും എനിക്ക് ഇത് ബെറ്റർ ആണ്, ഇത് ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ചൂസ് ദാറ്റ്. യെസ്, ഓക്കെ. അപ്പൊ അതിന് ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പാസ്റ്റ് ഹിസ്റ്ററി അതിനെ ബാധിക്കുന്നുണ്ടോ? അതായത് മുമ്പ് ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല, അതൊന്നുമല്ല. ഇനി എന്താ ചെയ്യാൻ പോകുന്നതാണോ അതിന്റെ മാറ്റർ. അത്രേ ഉള്ളൂ. ഇതുവരെ എന്ത് ചെയ്തു അത് പ്രശ്നമില്ല, നിങ്ങൾ പഠിക്കണമെന്ന് തീരുമാനിച്ച ശേഷം എന്ത് ചെയ്യുന്നതാണോ അതാണ് മാറ്റർ. അത് എപ്പോഴായാലും ഇവൻ ജയിക്ക് ഒരു 2-3 മാസമാണ് ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പം ഒന്ന് ഡിസൈഡ് ചെയ്തു എനിക്ക് പഠിക്കണം എന്ന് ഡിസൈഡ് ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. അതിനുള്ള 3 മാസം മതി. സെലക്റ്റീവായിട്ട് പഠിക്കുക, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക, ഏതൊക്കെ സ്കോറിംഗ് ആണോ ആ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുക, അങ്ങനെ പഠിച്ചാൽ മതി. ഈ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നമ്മുടെ DPP എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? DPP-യിൽ പിൻ പോയിന്റ് ചെയ്ത് അതൊക്കെ അത് അങ്ങനെ അത് മാത്രം നോക്കിയാൽ തന്നെ ലൈക്ക് റിവിഷൻ ആയി. അത് ആ DPP ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അത്യാവശ്യം വേണ്ടതൊക്കെ ആയി. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് നോക്കുക. DPP-യിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ജെയ്മെയിനൊക്കെ? മാത്സ് റിപ്പീറ്റീവ് പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവരെ. അപ്പോൾ അത് DPP-യിൽ അങ്ങനത്തെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് മാത്സ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാൻ ചാൻസ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് DPP കൊണ്ട് മാത്രമാണ്. DPP എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അത് അവിടെ റിപ്പീറ്റീവ് എനിക്ക് പാറ്റേൺ ഓറിയന്റഡ് പ്രോബ്ലംസ് ആണ് മാത്സിൽ ഇഷ്ടം. അപ്പൊ അതങ്ങനെ DPP സെലക്റ്റീവായിട്ട് ചെയ്ത് എടുത്തു കൊടുക്കുന്നത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഈസിയായി. അപ്പോൾ DPP ഹെൽപ്ഫുൾ ആണ്. യെസ്, തീർച്ചയായിട്ടും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏത് ലെവലിലെ കുട്ടികളാണെങ്കിൽ നമ്മുടെ DPP എന്താണ് ഹെൽപ്ഫുൾ ആണ്, നമ്മുടെ സിസ്റ്റം ഹെൽപ്ഫുൾ ആണ് എന്ന് തന്നെയാണ് ഹൃദയശ്രീ പറഞ്ഞു വരുന്നത് അല്ലെ. മക്കളെ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഡിസിഷൻ എടുക്കുക. നമ്മൾ പിന്നെ ശങ്കിച്ച് നിൽക്കാതെ അല്ല, ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ ഈ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഹൃദയശ്രീ എടുത്ത പോലെ തന്നെ നേരെ മറിച്ച് ഹൃദയശ്രീ കഴിഞ്ഞ വർഷം തന്നെ ഏതെങ്കിലും സേഫായിട്ട് ഏതെങ്കിലും കോഴ്സിനൊക്കെ പോവാം എന്നൊക്കെ വിചാരിച്ച് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഇവിടെ ഇരിക്കില്ലായിരുന്നു അല്ലെ. ഒരിക്കലും IIT മദ്രാസ് എന്ന സ്വപ്നം ഒരിക്കലും ഹൃദയശ്രീക്കും ഹൃദയശ്രീന്റെ ഫാമിലിക്കും കാണാൻ വേണ്ടി സാധിക്കില്ലായിരുന്നു അല്ലെ. ഫാമിലിയുടെ തന്നെ ഹിസ്റ്ററിയിൽ മാറ്റി തിരുത്താൻ വേണ്ടി പോവാണ്. കാരണം അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാൻ ഒരാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. മോനെ വാ, ഒരാളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. ഓക്കെ, ഹൃദയശ്രീ 12ാം ക്ലാസ് പകുതിയായ സമയത്താണ് IIT-നെ കുറിച്ചിട്ട് സംസാരിക്കാനും അല്ലെ ആഗ്രഹിക്കാനൊക്കെ തുടങ്ങിയത്. ഓക്കെ, ഇത് കാണുന്നത് ഹൃദയശ്രീന്റെ അനിയനാണ്. എന്താണ് മോന്റെ പേരെന്താണ്? ഓക്കെ, എന്താ മോന്റെ പേര്? എന്താ പേര്?
യോഗ ശിവകൃഷ്ണൻ. ഓക്കെ, ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th. ഓക്കെ, ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ നേരത്തെ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഞാനിപ്പോ ഒന്നും കൂടി ക്യാമറയിലൂടെ ചോദിക്കാം. മോനെ എവിടെ പഠിക്കാൻ ആഗ്രഹം? മനസ്സിലായില്ലേ? അത് രജിസ്റ്റർ എടുത്ത ഡിസിഷൻ ആ ഫാമിലിയുടെ എന്താണ് മൊത്തത്തിൽ തന്നെ നമ്മൾ മാറ്റി അല്ലെ. ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്ത ഡിസിഷൻ ഇപ്പൊ മോൻ എന്താക്കുന്നത് 6ാം ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി പോവാണ്. ക്ലിയർ ആയില്ലേ? ഡെഫിനറ്റ്ലി നമുക്ക് IIT, മികച്ച IITയിലെ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് തന്നെ പഠിക്കണം കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ അതാണ് ഈ പറഞ്ഞ ഡിസിഷന്റെ പവർ എന്ന് പറഞ്ഞത് അല്ലെ. അപ്പം ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവട്ടെ, ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് എന്താവട്ടെ, ഒരു മോട്ടിവേഷൻ ആവട്ടെ, കുടുംബത്തിന് മോട്ടിവേഷൻ ആവട്ടെ അല്ലെ, പ്രതിഷ്ഠയുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും മോട്ടിവേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഓൾ ദി ബെസ്റ്റ് കാണാം അല്ലെ. ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ മോനെ. ഓൾ ദി ബെസ്റ്റ്.